ഒരു ട്രാക്ടർ പണിക്കാരനിൽ നിന്ന് ഒരു ട്രാക്ടർ കമ്പനി തുടങ്ങി പിന്നീട് ഏതൊരു വാഹനപ്രേമിയും കൊതിക്കുന്ന സൂപ്പർ കാർ ബ്രാൻഡിലേക്ക് അതിനെ മാറ്റിയെടുത്ത ഒരു വ്യക്തിയുണ്ട്, ഫെറോസിയോ ലംബോർഗിനി. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ലംബോർഗിനി എന്ന സൂപ്പർ കാർ ബ്രാൻഡിന്റെ കഥയാണ്. ഒപ്പം ഫെറോസിയോ ലംബോർഗിനിയുടെ പ്രതികാരത്തിന്റെ കഥയും. ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. 1916 ഏപ്രിൽ 28 ഇറ്റലിയിൽ ഒരു കർഷകന്റെ മകനായാണ് ഫെറോസിയോ ലംബോർഗിനി ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ട്രാക്ടറുകൾ നനക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഫെറോസിയോയും അതൊക്കെ കണ്ടു പഠിക്കുകയാണ്. അങ്ങനെയിരിക്കുമ്പോഴാണ് രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ഫെറോസിയോ ലംബോർഗിനിക്ക് നിർബന്ധിത സൈനിക സേവനത്തിന് പോകേണ്ടി വരുന്നു. യുദ്ധത്തിനു ശേഷം അദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തി ട്രാക്ടർ പണിക്ക് തന്നെ പോവുകയാണ്. അദ്ദേഹം നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ട്രാക്ടർ മെക്കാനിക്കായി മാറുകയാണ്. പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെടുന്നത്. തന്റെ ഭാര്യയുടെ മരണം ഫെറോസിയോയെ വല്ലാതെ തളർത്തുകയാണ്. മാനസികമായി തളർന്നിരിക്കുകയായിരുന്നെങ്കിലും അദ്ദേഹം ജീവിതത്തിൽ തോറ്റുകൊടുക്കുവാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെയിരിക്കുമ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, എന്തുകൊണ്ട് തനിക്ക് ഒരു ട്രാക്ടർ നിർമ്മിച്ചുകൂടാ. ഒരുപാട് കാലത്തെ കഠിന പരിശ്രമത്തിലൂടെ അദ്ദേഹം ലംബോർഗിനി എന്ന ട്രാക്ടർ കമ്പനി തുടങ്ങുകയാണ്. പഴയ മിലിറ്ററി വാഹനങ്ങളുടെ പാർട്സുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചവയായിരുന്നു ലംബോർഗിനിയുടെ ആദ്യ ട്രാക്ടറുകൾ. അതുകൊണ്ട് തന്നെ ആ ട്രാക്ടറുകൾക്ക് വില കുറവായിരുന്നു, ഒപ്പം നല്ല പ്രവർത്തനക്ഷമതയും. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം ലംബോർഗിനിയുടെ ട്രാക്ടറുകൾ വാങ്ങാൻ തുടങ്ങി. അങ്ങനെ ലംബോർഗിനിയുടെ ആദ്യ ട്രാക്ടർ വൻ വിജയമാവുകയും ഫെറോസിയോ ലംബോർഗിനി സാമ്പത്തികമായി ഉയരുകയുമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാഹനപ്രേമിയായ അദ്ദേഹം ലോകപ്രശസ്ത കാർ ബ്രാൻഡായ ഫെരാരിയുടെ ഒരു കാർ സ്വന്തമാക്കുന്നത്. പക്ഷേ ആ കാറിനെ അദ്ദേഹത്തിന് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. കാരണം അതിന് ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിന്റുകൾ വരിക പതിവായിരുന്നു. ഒരിക്കൽ ഫെരാരിയുടെ ഉപജ്ഞേതാവായ എൻസോ ഫെരാരിയെ കാണാൻ ഫെറോസിയോ ലംബോർഗിനിക്ക് അവസരം ലഭിക്കുകയാണ്. ആ കൂടിക്കാഴ്ചയിൽ ഫെറോസിയോ ഫെരാരി കാറുകളുടെ പ്രശ്നത്തെപ്പറ്റി എൻസോ ഫെരാരിയോട് പറയുകയാണ്. പക്ഷേ എൻസോ ഫെരാരി ഫെറോസിയോ ലംബോർഗിനിയെ കളിയാക്കി വിടുകയാണ്. താൻ ആരാണ്, ലോകപ്രശസ്ത കാർ ബ്രാൻഡായ ഞങ്ങളെ ഉപദേശിക്കാൻ എന്നുള്ള തരത്തിലുള്ള വാക്കുകളാണ് അന്ന് എൻസോ ഫെരാരിയുടെ വായിൽ നിന്ന് വന്നത്. അന്ന് അവിടെ വച്ച് ഫെറോസിയോ ലംബോർഗിനി ഒരു തീരുമാനമെടുക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു കാർ കമ്പനി താൻ തുടങ്ങും എന്ന തീരുമാനമായിരുന്നു അദ്ദേഹം എടുത്തത്. അന്നത്തെ കാലത്ത് ഒരു കാർ കമ്പനി തുടങ്ങുകയെന്നത് അത്ര എളുപ്പമായിരുന്നില്ല. അതിനുവേണ്ടി അദ്ദേഹം കഠിനമായി അധ്വാനിക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമായി ലംബോർഗിനിയുടെ ആദ്യ കാർ പുറത്തിറങ്ങുകയാണ്. അതിന്റെ പേരാണ് ലംബോർഗിനി 350 GTV. ഇതിന് വലിയ ഒരു ജനസ്വീകാര്യത തന്നെ ആയിരുന്നു കിട്ടിയത്. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ലംബോർഗിനി 350 GTവിനെ പരിഷ്കരിച്ചുകൊണ്ട് ലംബോർഗിനി 350 GT എന്ന കാർ പുറത്തിറക്കുകയാണ്. പിന്നീട് ഒരിക്കലും ഫെറോസിയോയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരെ ലംബോർഗിനിക്ക് വേണ്ടി ആളുകൾ വരാൻ തുടങ്ങി. ലോകപ്രശസ്ത കാർ ബ്രാൻഡായ ഫെരാരിയെ മറികടക്കാൻ ലംബോർഗിനിക്ക് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒന്നുണ്ട്. നമ്മൾ ഒരിക്കലും നമ്മളെ കളിയാക്കുന്നവരുടെ മുന്നിൽ തോറ്റുകൊടുത്തുകൊണ്ടല്ല, വിജയിച്ചുകൊണ്ടാണ് പ്രതികാരം ചെയ്യേണ്ടത്. ഒരു പക്ഷേ അന്ന് ഫെറോസിയോ ലംബോർഗിനി എൻസോ ഫെരാരിയുടെ കളിയാക്കലിനെ വെറുതെ കേട്ടുവിട്ടിരുന്നെങ്കിൽ അദ്ദേഹം ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് ആരും അറിയില്ലായിരുന്നു. അതുകൊണ്ട് നമുക്കും ഫെറോസിയോ ലംബോർഗിനിയെ പോലെയാകാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് കൂടി ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.